ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ ഒപ്റ്റിക് എന്ന ചാപ്റ്ററിൻ്റെ ഒപ്റ്റിക്സിൻ്റെ MCQ സെറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് തിയറി എല്ലാം വീഡിയോസ് എടുത്തിരുന്നു. അത് കാണാത്തവരെല്ലാം കാണുക കേട്ടോ. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൈറ്റ്സ് ഡീവിയേറ്റ്സ് ദ മോസ്റ്റ് വെൻ ഇറ്റ് പാസസ് ത്രൂ എ പ്രിസം? ഓക്കെ, അപ്പം നമ്മൾ പ്രിസത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തതാണ്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൈറ്റ് ഡീവിയേറ്റ് ദ മോസ്റ്റ് വെൻ ഇറ്റ് പാസസ് ത്രൂ എ പ്രിസം? ഓപ്ഷൻ എ റെഡ്, ബി വയലറ്റ്, സി നെയ്തർ എ നോർ ബി, ഡി ബോത്ത് എ ആൻഡ് ബി. അപ്പം നമുക്കറിയാം വിബ്ജിയർ എന്നുള്ള നമ്മുടെ വിസിബിൾ ലൈറ്റിൻ്റെ വയലറ്റ് ആണ് ഡീവിയേറ്റ് ദ മോസ്റ്റ് വെൻ ഇറ്റ് പാസസ് ത്രൂ എ പ്രിസം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനോമിന ഓഫ് ലൈറ്റ് റിസൾട്ട് ഇൻ എ മിറേജ്? നമുക്കറിയാം മിറേജ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ റിഫ്രാക്ഷൻ, ബി റിഫ്ലക്ഷൻ, സി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഡി ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ദ ആൻസർ ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പം മിറേജിൻ്റെ റീസൺ എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. Okay. Third question, what happens when the light is refracted into a medium? Okay, option A, both frequency and wavelength of light increases. Option B, wavelength increases but the frequency remains unchanged. Option C, both wavelength and frequency decreases. Option D, the wavelength decreases but the frequency remains constant. What happens when the light is refracted into a medium? അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. വേവ് ലെങ്ത് ഇൻക്രീസസ് ഫ്രീക്വൻസി സെയിം ആയിരിക്കും. ഓക്കെ, റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ നമുക്കറിയാം ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിൽ പോകുമ്പോഴാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ വേവ് ലെങ്ത് ചേഞ്ച് ഉണ്ടാവും, ഫ്രീക്വൻസി റിമെയിൻസ് അൺചേഞ്ച്. അതാണ് ആൻസർ. Okay, fourth question, for a telescope, the larger the diameter of the objective lens, greater the, option A, greater the resolving power, B, greater the magnifying power, smaller the resolving power, smaller the magnifying power. അപ്പോൾ ഡയമീറ്റർ കൂടുന്തോറും എന്താണ്? റിസോൾവിങ് പവർ കൂടും. ഓക്കെ, ഡയമീറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിസോൾവിങ് പവർ. ഓക്കെ, ഫോർ ദ കേസ് ഓഫ് ടെലിസ്കോപ്പ്. Fifth question, identify the factor on which angle of deviation of the prism does not depend. Question ശ്രദ്ധിക്കണം, does not depend ആണ്. അപ്പോൾ ഓപ്ഷൻ എ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ബി മെറ്റീരിയൽ ഓഫ് ദ പ്രിസം, സി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ഡി ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. ഓക്കെ, ഡസ് നോട്ട് ഡിപ്പെൻഡ്. അപ്പോൾ നമുക്കറിയാം ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം, വേവ് ലെങ്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാത്ത ഏതാണ്? ഡിപ്പെൻഡ് ചെയ്യാത്തത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓപ്ഷൻ സി ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ആൻ ഇക്വിലാറ്ററൽ പ്രിസം ഫോർ വിച്ച് ആൻ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഇസ് 60 ഡിഗ്രി. കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ ഓഫ് ആൻ ഇക്വിലാറ്ററൽ പ്രിസം. അപ്പോൾ ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് എന്താണ്? ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. ഇക്വിലാറ്ററൽ പ്രിസമാണ്. അപ്പോൾ ഇക്വിലാറ്ററൽ പ്രിസമാണ്, അതിൻ്റെ ആംഗിൾ എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം മെറ്റീരിയൽ, പ്രിസത്തിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇക്വേഷനാണ് മ്യൂ ഈസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡെൽറ്റ എം ബൈ 2 ബൈ സൈൻ എ ബൈ 2. എ ഇസ് ദ ആംഗിൾ ഓഫ് ദ പ്രിസം. നമ്മൾ പ്രിസം കൺസിഡർ ചെയ്യണം, ഇതിൻ്റെ ആംഗിളാണ്. ഇക്വിലാറ്റർ എന്ന് പറഞ്ഞാൽ ഇത് എ, എല്ലാ ആംഗിളും എ ആയിരിക്കും. ഓക്കെ, എ പ്ലസ് മറ്റേത് നമുക്ക് തന്നേക്കണം എന്താണ്? ഡീവിയേഷൻ 60 ഡിഗ്രിയാണ്. ഓക്കെ, സൈൻ 60 പ്ലസ് സൈൻ, അപ്പോൾ എന്ത് വരും? ഈക്വൽ ടു സൈൻ 120 ബൈ 2 ആണ്, ബൈ സൈൻ 60 ബൈ 2 എന്ന് വെച്ചാൽ 30 വരും. ഓക്കെ, അപ്പോൾ സൈൻ 60 ബൈ സൈൻ 30 വരും.
ഇതെന്താണ് √3/2, ഇത് 1/2 ആണ്. ഓക്കെ, √3 2ൻ്റെ അടിയിലത്തെ 2 പോവും. അപ്പോൾ ആൻസർ എന്ത് വരും? √3. ഓക്കെ, ആൻസർ എന്ത് വരും? √3. അപ്പോൾ പ്രത്യേകമായിട്ടൊന്ന് നോക്കേണ്ട കാര്യം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം മെറ്റീരിയൽ mu ഈസ് ഗിവൺ ബൈ sin a plus del m/2 sin a/2 where a is the angle of the prism, del m is the frequency of deviation. ഓക്കെ, ദെൻ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ sin 60 എന്ന് വെച്ചാൽ √3/2 ആണ്, sin 30 എന്ന് വെച്ചാൽ 1/2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് കിട്ടും? √3. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. What is the cause of the blue color of the ocean? ഓഷ്യൻ്റെ ബ്ലൂ കളറിന് കാരണം എന്താണ്? നമുക്ക് ഓപ്ഷൻ എ റിഫ്ലക്ഷൻ, ബി സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ വാട്ടർ മോളിക്യൂൾ, സി ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ഡി റിഫ്രാക്ഷൻ. വാട്ട് ഈസ് ദ കോസ് ഓഫ് ദ ബ്ലർ കളർ ഓഫ് ദ ഓഷ്യൻ? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ വാട്ടർ മോളിക്യൂൾ. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ വാട്ടർ മോളിക്യൂൾ. അപ്പം ഓഷ്യൻ്റെ ബ്ലൂ കളറിന് കാരണം സ്കാറ്ററിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോൺകേവ് മിറർ ഈസ് ഹെൽഡ് ഇൻ വാട്ടർ. വാട്ട് ഷുഡ് ബി ദ ചേഞ്ച് ഇൻ ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ? കോൺകേവ് മിറർ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണം ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാം, ദ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് മിറർ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ മീഡിയം. Therefore, the focal length of the mirror even after holding it in water will remain the same. കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് മെറ്റീരിയലിന് ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ എയറിൽ ഇരുന്നാലും വാട്ടറിൽ ഇരുന്നാലും എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത് ഷുഡ് ബി സെയിം ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, റിമെയിൻസ് ദ സെയിം. ഓക്കെ, റിമെയിൻസ് ദ സെയിം. ദ മാഗ്നിഫിക്കേഷൻ ഓഫ് എക്സ് ഈസ് മോർ ദാൻ യൂണിറ്റി. ഐഡൻറ്റിഫൈ ദ എക്സ്. ഏതോ ഒരു ഇതിൻ്റെ മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ മോർ ദാൻ യൂണിറ്റിയാണ്. അപ്പോൾ എക്സ് എന്താണെന്നാണ് ചോദിച്ചേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ പല ടൈപ്പുള്ള മിററിനെ എങ്ങനെയാണെന്ന് നോക്കാം. മാഗ്നിഫിക്കേഷൻ 1 ആണ്, ദാറ്റ് ഈസ് പ്ലെയിൻ മിറർ ആയിരിക്കും. മോർ ദാൻ 1 ആണെങ്കിൽ കോൺകേവ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ കോൺകേവ്, ലെസ് ദാൻ 1 ആണെങ്കിൽ കോൺവെക്സ്. ഓക്കെ, 1 ആണെങ്കിൽ എന്താണ്? പ്ലെയിൻ മിററാണ്, സാധാരണ മിറർ, പ്ലെയിൻ മിറർ. ഓക്കെ, 1 ആണെങ്കിൽ പ്ലെയിൻ മിറർ, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ കോൺകേവ് മിറർ, ലെസ് ദാൻ 1 ആണെങ്കിൽ കോൺവെക്സ് മിറർ. ഓക്കെ, അപ്പോൾ ദ മാഗ്നിഫിക്കേഷൻ ഓഫ് എക്സ് ഈസ് മോർ ദാൻ യൂണിറ്റി. മോർ ദാൻ യൂണിറ്റി ആണെങ്കിൽ ഏതാണെന്നാണ് പറയുന്നത്? മോർ ദാൻ യൂണിറ്റി ആണെങ്കിൽ കോൺകേവ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, കോൺകേവ് മിറർ. ഓക്കെ, അപ്പോൾ നമ്മൾ 2-3 കേസ് പഠിച്ചു. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ കോൺകേവ്, ലെസ് ദാൻ 1 ആണെങ്കിൽ കോൺവെക്സ്, ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ത് വരും? പ്ലെയിൻ മിറർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത് ഇഫ് ദ റേഡിയ ഓഫ് കർവേച്ചർ ഓഫ് എ ഡബിൾ കോൺവെക്സ് ലെൻസ് ആർ 10 cm ആൻഡ് 20 cm ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് 1.75. നമ്മളോട് ചോദിച്ചേക്കണ എന്തൊക്കെയാണ്? എഫ് ചോദിച്ചിട്ടുണ്ട് കാണാൻ. നമ്മളോട് ചോദിച്ചേക്കണ എഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഇവിടെ മ്യൂ ആയിട്ട് എടുത്തിരിക്കുന്നത്. 1/r1 മൈനസ് 1/r2 ആണ്. ദ ഇക്വേഷൻ ഈസ് 1/f ഈസ് ഈക്വൽ ടു മ്യൂ മൈനസ് 1, 1/r1 1/r2. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കണ കോൺവെക്സ് ലെൻസാണ്. റേഡിയസ് ഓഫ് കർവേച്ചർ ഡബിൾ കോൺവെക്സ് ലെൻസ് തന്നിട്ടുണ്ട്. R1 R2 അതുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.75 ആണ്. അപ്പോൾ നമ്മൾ ഇത് എന്ത് ലെൻസാണ്? കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ നമ്മൾ R2 എന്തെടുക്കും? R2 നെഗറ്റീവായിട്ട് എടുക്കും. ഓക്കെ, ബിക്കോസ് നമ്മൾ യൂസിങ് സൈൻ കൺവേർഷൻ. R2 നെഗറ്റീവാണ്. സോ 1.75 മൈനസ് 1/10 മൈനസ് 1/20. അപ്പോൾ എന്ത് വരും? 1.75 മൈനസ് 0.75. ഓക്കെ, 1/10 പ്ലസ് 1/20 വരും. അതിന് എന്താണ് ഷോർട്ടാക്കി കാണുമ്പോൾ 1/f ഈക്വൽ ടു 9/80. അപ്പോൾ എഫ് എന്ത് വരും? 80/9. 9 ആയിട്ട് 81 ആയി പോകും. അപ്പോൾ അതിനേക്കാളും കുറഞ്ഞ വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ ദ വാല്യൂ ഈസ് 8.89 സെൻറ്റിമീറ്റർ. റേഡിയസ് ഓഫ് കർവേച്ചറൊക്കെ ക്വസ്റ്റിനെ തന്നേക്കണ എന്താണ്? സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ആൻസറും സെൻറ്റിമീറ്ററിലായിരിക്കും അല്ലേ? നമ്മുടെ ആൻസറും സെൻറ്റിമീറ്ററിലായിരിക്കും.
its refractive index is 1.75. So the answer is 8.9 centimeter C. അപ്പം നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു ഒപ്റ്റിക്സിൻ്റെ. ഇനി നമ്മൾ 2-3 സീരീസും കൂടെ MCQന് വേണ്ടി ചെയ്യുന്നതായിരിക്കും വീഡിയോ. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് കാണുക. ഓക്കെ, താങ്ക് യു ഓൾ.